അല്ല എങ്ങനെ കേരള ലോട്ടറിയുടെ അതേ പ്രൈസില് അതേ വിലയിലല്ലേ ഈ തേയില കൊടുക്കുന്നത്? ആരെയാണ് ഇത് പറ്റിക്കുന്നത്? അല്ല ആരാണ് ഒത്താശ കൊടുക്കുന്നത്? നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോട്ടറി എന്ന ഉപജീവന മാർഗം കൊണ്ട് ജീവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതിനെ പോലും അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആർക്കും എന്തില്ലല്ലോ, ആർക്കും പരാതി, ആരെങ്കിലും പിടിച്ചു കെട്ടാനില്ലല്ലോ. ഈ ആർക്കും പരാതിയില്ല എന്ന് പറയുമ്പോൾ ഈ പ്രമുഖ സിനിമാ നടി കൊടുത്തിരിക്കുന്ന അതിലും പേരില്ലല്ലോ, അതിലും പേരുമില്ല. ഈ ഒരു 60 വയസ്സുള്ള ഒരാൾ കമന്റ് ഇട്ടപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ മാക്സിമം കിട്ടുന്ന വേദികളിലെല്ലാം ബോബി ചെമ്മണ്ണൂര് അപമാനിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി, അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് വിളിക്കപ്പെട്ട ഈ പറയുന്ന നടിയുടെ കമന്റ് ഇട്ട പോലീസ്, അവിടുത്തെ ആ കമന്റ് ഇട്ട ആളിനെ, അത് നമ്മൾ കമന്റ് ഇട്ട ആളിനെ ന്യായീകരിക്കുന്നില്ല. ആ കമന്റ് ഇട്ട ആളിനെ അറസ്റ്റ് ചെയ്ത പോലീസിന് എന്തുകൊണ്ട് സ്വമേധയാ കേസെടുത്ത് എന്ത് ചെയ്തുകൂടാ? ഇതാരെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും വ്യക്തമാണ്. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ പേരടക്കം പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടേക്ക്, അതായത് ഇത്തരത്തിൽ, അതായത് ചില പറയുന്നില്ല ലൈസൻസ്, ചില ആളുകൾക്ക് ചില എല്ലാ കാര്യങ്ങളും ലൈസൻസ് കൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ കേരളീയ സമൂഹം എന്ത് ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്, ആരാണ് ആ ലൈസൻസ് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം.